വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ വിശുദ്ധ ദിവസം ദൈവവചന കേൾവിക്കായി നമുക്കൊരുങ്ങാം. ഇന്നത്തെ വായന ഭാഗം ഇരമ്യ പ്രവചനം 21 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യൂദാ എഴുതിയ ലേഖനം 1-ാം വാക്യം. യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദാ. 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു തദ്ദായി. തദ്ദായിയും അധികം അറിയപ്പെടാത്ത അപ്പോസ്തലനായിരുന്നു. ഈ അപ്പോസ്തലനെ കുറിച്ചും വളരെ ചുരുക്കം സൂചനകൾ മാത്രമേ പുതിയ നിയമത്തിലുള്ളൂ. വിവിധ പേരുകളിലാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഇസ്കരിയോത്താവല്ലാത്ത യൂദാ, യാക്കോബിൻ്റെ സഹോദരനായ യൂദാ, യാക്കോബിൻ്റെ മകനായ യൂദാ, തദ്ദായി എന്നിങ്ങനെയുള്ള പേരുകൾ വേദപുസ്തകത്തിൽ കാണാം. യൂദാ എന്നത് യഹൂദന്മാരുടെ ഇടയിലെ പൊതുവായ ഒരു പേരാണ്. വേദപുസ്തകത്തിൽ യൂദാ എന്ന പേരിൽ മറ്റു പല വ്യക്തികളും ഉണ്ടായിരുന്നു. യഹൂദ എന്ന പേരിൻ്റെ ലാറ്റിൻ രൂപമാണ് യൂദാ എന്നത്. എന്നാൽ തദ്ദായി ചെറിയ യാക്കോബിൻ്റെ സഹോദരനാകാനാണ് കൂടുതൽ സാധ്യത. കാരണം അപ്പോസ്തലന്മാരുടെ പട്ടികയിൽ ചെറിയ യാക്കോബിനോടൊപ്പമാണ് തദ്ദായിയുടെ പേര് കാണുന്നത്. ഈ അപ്പോസ്തലനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. ഒന്നാമതായി തദ്ദായിയുടെ ചോദ്യവും യേശുവിൻ്റെ മറുപടിയും. തദ്ദായിയുടെ ദൈവവിളിയെക്കുറിച്ച് സുവിശേഷങ്ങളിൽ നാം കാണുന്നില്ല. അതിനാൽ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭ ഘട്ടത്തിൽ തന്നെ തദ്ദായിയും ശിഷ്യഗണത്തിൽ ഉൾപ്പെട്ടിരുന്നു എന്ന് നമുക്ക് കരുതാവുന്നതാണ്. ആദ്യത്തെ 3 സുവിശേഷങ്ങളിൽ അപ്പോസ്തലന്റെ പേര് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ തദ്ദായി യേശുവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നതായി കാണുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിലാണ് നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇസ്കരിയോത്താവല്ലാത്ത യൂദാ അവനോട്, കർത്താവേ, എന്ത് സംഭവിച്ചിട്ടാകുന്നു നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്രേ നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് എന്ന് ചോദിച്ചു. യേശു അവിടെ 23-ഉം 24-ഉം വാക്യങ്ങളിൽ യൂദാ അഥവാ തദ്ദായി ചോദിച്ചതിന് കൃത്യമായ മറുപടി അവിടെ പറയുന്നുണ്ട്. ഈ മറുപടി ദൈവത്തിൻ്റെ വ്യക്തിപരമായ സഖിത്വത്തെയും ആത്മീയ കൂട്ടായ്മയുടെ അനുഭവത്തെയും കുറിച്ചായിരുന്നു. അത് തദ്ദായിക്ക് ബലവും ധൈര്യവും പകർന്നു. അതിലൂടെ യേശുവിനെ താൻ സ്നേഹിക്കുന്നുവെന്ന് തദ്ദായിക്ക് അഥവാ യൂദായ്ക്ക് മനസ്സിലായി. അങ്ങനെ യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ആത്മീയ അനുഗ്രഹത്തെക്കുറിച്ച് അദ്ദേഹം ഗ്രഹിക്കുവാനായിട്ട് സാധിച്ചു. ഈ സംഭാഷണങ്ങൾ കർത്താവിൻ്റെ പുനരുത്ഥാന ശേഷം പരിശുദ്ധാത്മ നിറവോടെ ആത്മീയ കാഴ്ചപ്പാടോടെ പ്രവർത്തനങ്ങൾ തുടരുവാൻ തദ്ദായി എന്ന അപ്പോസ്തലന് സാധിക്കുകയാണ് ചെയ്തത്. രണ്ടാമതായിട്ട് അപ്പോസ്തലൻ്റെ പ്രവർത്തനങ്ങളും രക്തസാക്ഷിത്വവും. യേശുവിൻ്റെ പുനരുത്ഥാനത്തിനും സ്വർഗ ആരോഹണത്തിനും ശേഷം യെരുശലേമിലെ മാളികമുറിയിൽ പ്രാർത്ഥനാ നിരതനായിരുന്നവരുടെ കൂട്ടത്തിൽ തദ്ദായിയും ഉണ്ടായിരുന്നു. അത് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. യേശുവിൻ്റെ ക്രൂശീകരണവും ശിഷ്യന്മാരുടെ ഏകാന്തതയും അനിശ്ചിതത്വവും ഒന്നും തദ്ദായിയുടെ വിശ്വാസത്തെയോ സമർപ്പണത്തെയോ ബാധിച്ചില്ല. തന്നെ സ്നേഹിക്കുന്നവർക്ക് സ്വയം വെളിപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിനും അധിവാസത്തിനും വേണ്ടി തദ്ദായി കാത്തിരിക്കുകയാണ് ഉണ്ടായത്. പലസ്തീൻ, എഡേസ, ലിബിയ, അർമേനിയ, ഇറാഖ്, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ തദ്ദായി സുവിശേഷം പ്രചരിപ്പിച്ചതായി കാണുന്നു. അപ്പോസ്തലനായ പത്രോസിനോടൊപ്പം പ്രവർത്തിച്ചിരുന്നതായും പറയപ്പെടുന്നു. പേർഷ്യയിലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിരവധി വിശ്വാസികളും അതിനേക്കാളേറെ ശത്രുക്കളും ഉണ്ടാകുന്നു. തുടർന്ന് തദ്ദായിയെ പിടിച്ചുകെട്ടുകയും വടികൊണ്ട് ക്രൂരമായി മർദ്ദിച്ച് അവശനായ അദ്ദേഹത്തിൻ്റെ ശിരസ് മഴുകൊണ്ട് വെട്ടിമാറ്റുകയായിരുന്നു എന്നും പേർഷ്യയിൽ വെച്ച് ജനങ്ങൾ കല്ലെറിഞ്ഞ് അവശനായ അപ്പോസ്തലനെ കുന്തം കൊണ്ട് കുത്തി അങ്ങനെ രക്തം വാർന്ന് രക്തസാക്ഷി ആയതായും പറയപ്പെടുന്നു. വിശുദ്ധ യൂദാശ്ലീഹായുടെ അപ്പോസ്തലിക ചിഹ്നം ഒരു കപ്പലാണ്. വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് ഉപദേശിച്ചുകൊണ്ട് വിശുദ്ധ യൂദാശ്ലീഹ അഥവാ തദ്ദായി സഭകൾക്കായി എഴുതിയതാണ് യൂദാ എഴുതിയ ലേഖനം. അത്
ആ ലേഖനത്തിൻ്റെ 1-ാം വാക്യത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, അധികം വിവരണങ്ങൾ ഈ അപ്പോസ്തലനെ കുറിച്ച് ലഭ്യമല്ലെങ്കിലും ശിഷ്യത്വത്തിൻ്റെ പാതയിൽ അടിയുറച്ച് നിന്ന് ദൗത്യ നിർവഹണത്തിൻ്റെ ശക്തി ജീവിതത്തിലൂടെ തെളിയിച്ച അപ്പോസ്തലനാണ് യൂദാ തദ്ദായി. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ധീരതയോടെ നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.